കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 3 ആണ്ട് പിന്നിടുകയാണ്. തകർന്ന വീടുകൾക്ക് പകരം വീടും നഷ്ടപരിഹാര തുകയും ഭൂരിഭാഗവും ആളുകൾക്കും ലഭിച്ചു. എന്നാൽ തകർന്ന പാലങ്ങളുടെ നിർമ്മാണം നടക്കാത്തത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. 2021 ഒക്ടോബറിലാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി കൂട്ടിക്കലിൽ ഉരുൾപൊട്ടലുണ്ടായത്. 2021 ഒക്ടോബർ 16 കൂട്ടിക്കലിലും കൊക്കയാറിലും ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ചത്. ഒരു കുടുംബത്തിലെ 6 പേരുൾപ്പെടെ 21 പേർക്ക് ജീവൻ നഷ്ടമായി. ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായും മോചിതരായിട്ടില്ല ഇവിടുത്തുകാർ. എല്ലാം തകർത്തെറിഞ്ഞ ദുരിതക്കയത്തിൽ നിന്നും പതുക്കെ കരകയറുകയാണ് കൂട്ടിക്കൽ. കണ്ണീരിന്റെ ഇരുണ്ട കാലം നീങ്ങി. കൂട്ടിക്കലിൽ 20 കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ മുടക്കി വീട് നിർമ്മിച്ചു നൽകി. ഭാഗികമായ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് 4 ലക്ഷം രൂപ വീതവും ലഭിച്ചു. ദുരന്ത ദിനമോർക്കുമ്പോൾ പ്ലാപ്പള്ളിയിൽ ഉരുൾപൊട്ടി ഭാര്യയും അയൽവാസികളായ 3 പേരും നഷ്ടമായ മോഹനന്റെ വാക്കുകൾ ഇടറും. കൺമുന്നിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും ഇവിടെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ അപകടം. അവരെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഇന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ നിന്നും പലായനം ചെയ്തു. ദുരന്തഗതി ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മഴയും ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് പേടിയാണ്. സഹായങ്ങൾ ഒരുക്കി ഒരുപാട് വ്യക്തികളും സംഘടനകളും കൂട്ടിക്കലിനായി കൈകോർത്തു. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വീടുകൾ നിർമ്മിച്ചു നൽകി. എന്നാൽ ദുരന്തത്തിൽ തകർന്ന പാലങ്ങളുടെ നിർമ്മാണം എങ്ങും എത്തിയില്ല. തകർന്ന ഏന്ത്യാർ പാലവും പൊളിച്ച ഇളങ്കാട് പാലവും ജനങ്ങൾക്കിന്നും ദുരിതമാണ്. രണ്ടിടത്തും നടപ്പാലങ്ങൾ നിർമ്മിച്ചെങ്കിലും വാഹനയാത്രയ്ക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ആശുപത്രി പോകാനൊക്കെ ഭയങ്കര പാടില്ല, അതിലൊക്കെ ഇറങ്ങി വേണ്ട വരെ. കുട്ടികളാണെങ്കിലും സ്കൂളിൽ പോകാൻ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. കാരണം വെള്ളം മഴയൊക്കെ ആയ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു. അന്നേരം ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഈ പാലത്തെ കൂടെ പോകാൻ. ഇളങ്കാട് പാലം റീഎസ്റ്റിമേറ്റ് നടത്തി നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വ്യക്തമാക്കി. ഏന്ത്യാറിൽ കഴിഞ്ഞ മാർച്ചിൽ പാലം നിർമ്മാണം തുടങ്ങിയെന്നും MLA ചൂണ്ടിക്കാട്ടുന്നു. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം കൂട്ടിക്കലിൽ നിന്നും ജോസി ബാബു, മീഡിയ 1. വാർത്ത റിപ്പോർട്ട് ചെയ്ത ജോസി ബാബു തത്സമയോടൊപ്പം ചേരുന്നുണ്ട്. ജോസി, നമുക്ക് കൂട്ടിക്കലിൽ ഈ വലിയ ദുരന്തത്തിന് ഇരയായ ആളുകൾക്കൊക്കെ വീട് വെച്ചു നൽകാനും അവർക്ക് ഭൂമി നൽകാനും ഒക്കെ സാധിച്ചു. ആ നിലക്ക് പുനരധിവാസം പൂർണ്ണമായി നടത്താൻ സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമാണ്. അപ്പോഴും അവിടെ അവരുടെ ഗതാഗത മാർഗങ്ങളൊക്കെ ചെറിയ ചെറിയ പാലങ്ങൾ നിരവധി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അതൊന്നും പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എത്രയേറെ പാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും പുനർനിർമ്മിക്കാത്തത് എത്ര കണ്ട് പ്രയാസങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ജോസി? സൈഫുദ്ദീൻ, ഞാൻ ഇത്തരത്തിൽ കൂട്ടിക്കൽ ദുരന്തത്തിൽ 2021 തകർന്ന ഏന്ത്യാർ പാലത്തിന് സമീപത്താണ് നിൽക്കുന്നത്. കൂട്ടിക്കൽ പഞ്ചായത്തിനെയും ഏന്ത്യാർ കൊക്കയാർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 2021 തകർന്ന പാലം കഴിഞ്ഞ മാർച്ചിൽ മാത്രമാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൊട്ടടുത്തൊരു നടപ്പാലം മാത്രമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഈ നിലയ്ക്കാണ് ഇവിടെയുള്ള മറ്റ് പാലങ്ങളുടെയും അവസ്ഥ. അതിന് പിന്നാലെ ബലക്ഷേത്രം മൂലം തകർന്നൊരു പാലം ഇപ്പോഴും പുനർനിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇളങ്കാട് പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ ഈ സംസാരിക്കുന്നതിന് നമ്മളോടൊപ്പം ഈ ദുരന്തത്തിൻ്റെ ഭാഗമാവുകയും അതിലിരയാക്കപ്പെടുകയും ചെയ്ത ഗോപി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടുത്തെ പുനരുജ്ജീവന കൂട്ടായ്മയുടെ ആളുകൂടിയാണ്. ഇവിടുത്തെ ഈ പാലം നിർമ്മാണങ്ങളുടെയൊക്കെ പ്രശ്നം വലിയ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. പുനരധിവാസം എത്രത്തോളം ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്? മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് കൂട്ടികളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്? കൂട്ടിക്കയെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസം എന്ന് പറയുന്നത് എങ്ങും എത്താത്ത രീതിയിലാണ്. പ്രത്യേകിച്ച് ഈ ആളുകളുടെ താമസ സൗകര്യം, മറ്റ് കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ ഈ പുനരധിവാസം എന്ന് പറയുന്നത് പാലങ്ങളുടെ നിർമ്മാണം. പാലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഉരുൾ പൊട്ടിപ്പോയി ഒറ്റ പാലേ തീർന്നിട്ടുള്ളൂ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പാലം നിലവിൽ ഉണ്ടായിരുന്ന പാലം വീണ്ടും അത് ഈ കഴിഞ്ഞ മാർച്ചിൽ പൊളിച്ചിട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്ത വിധത്തിലായിരിക്കുകയാണ്. അത് വലിയന്ത ഈ വാഗമൺ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അത് ഈ അടുത്ത കാലത്തെല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതാണ്ട് 11 ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഈ 11 ബസ് സർവീസ് നടത്തുമ്പോൾ ഒരു ബസ് ഏതാണ്ട് 29 ട്രിപ്പോളം ആ ഇളങ്ങാട് ടോപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അത്രയും ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ മേഖലയെ സംബന്ധിച്ച് ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ്. കാരണം ഒരു കാരണവശാലും എത്തിപ്പറ്റാൻ നോക്കുന്നില്ല. അക്കരയ്ക്ക് ഇറക്കണമെങ്കിൽ ഒരു ചെറിയ വാഹനം പോലും അക്കരയ്ക്ക് കയറാനുള്ള സംവിധാനം ഇല്ലാത്ത രീതിയിൽ. പാലങ്ങളാണ് ചുരുക്കി പറയും. ചുരുക്കി മറ്റു അനവധി ചെറിയ ചെറിയ പാലങ്ങളൊക്കെ പണിയാൻ കിടക്കുവാണ്. ഏന്ത്യാർ, ഈ തൊട്ടടുത്ത ഏന്ത്യാർ പാലം, ഈ ഞാനിപ്പോൾ ഏന്ത്യാറ്റിലാണ് നിൽക്കുന്നത്. ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണം തുടങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പാലം അത് തുടങ്ങിയിട്ട് എഞ്ചിനീയറും കോൺട്രാക്ടറുമായിട്ട് എന്തോ വിഷയം ഉണ്ടായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. മലനിരകളിലെ
റിസോർട്ട് നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അത് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് അധികാരികളൊന്നും ഇത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാരണം. എന്ന് വെച്ചാൽ അത് റിസോർട്ടുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ അടുത്ത കാലത്ത് തന്നെ ഇവിടെ നമുക്കറിയാം, അവിടെ മണ്ണിടിച്ചിൽ, ഈ പ്രധാന റൂട്ടിലൊക്കെ ഒരുപാട് പ്രദേശങ്ങളൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകാൻ മേലാന്നില്ല. അപ്പോൾ ഈ വീടുകളുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പകരം കൊടുത്തോ പരമാവധികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ കണക്കുകൾ പഞ്ചായത്തും റവന്യൂക്കാരും പറയുന്നത്. അതൊന്നും പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഒന്നും എത്തിപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ അറിവിലിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടൊന്നും എല്ലായിടത്തും എത്തിക്കിട്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ആ മേഖലയെ സംബന്ധിച്ച് ഒട്ടനവധി പേർക്ക് ഇനിയും പൂർണ്ണമായിട്ട് കിട്ടാനുള്ള ഒരു പലരും ഉണ്ടെന്നുള്ളതാണ് അറിവിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പോൾ സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾ ആ പാലത്തിന് ഒരു ചെറിയ വണ്ടിയെങ്കിലും ചെറിയ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു താൽക്കാലിക പാലമെങ്കിലും നിർബന്ധമായിട്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ട ബിസിനസ്സുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഇത് കറങ്ങി അടിച്ച് പോരുന്നതിൽ അത് ഇടുങ്ങിയ റോഡിൽ കൂടി ഞങ്ങൾക്ക് യാത്രാ ക്ലേശം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിർബന്ധമായിട്ട് അടിയന്തരമായിട്ട് ഇതിനകത്ത് ഉന്നതതല ആൾക്കാർ ഇതിന് ബന്ധപ്പെട്ട് ഇതിന് അടിയന്തരമായിട്ട് തീരുമാനം ഉണ്ടാക്കണം. ബാങ്ക് ലോണുകളുടെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ ബാങ്കിൻ്റെ നടപടി, കേരള ബാങ്കിൻ്റെ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുക. പല ആൾക്കാർക്കും ജപ്തി നോട്ടീസൊക്കെ വന്നിരിക്കുകയാണ്. ഇതിന് ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയെ കണ്ട് നമ്മൾ ഈ പ്രദേശത്തെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കൂട്ടിക്കൽ ഒരു കാരണവശാലും അന്നൊരു മാതൃഭൂമി ചാനലിനകത്ത് പുള്ളി പറഞ്ഞതാണ്, ഒരു കാരണവശാലും കുട്ടിക്കൽ പഞ്ചായത്തിൽ ആരുടെയും വീടുകളിൽ ഇറക്കി വിടത്തില്ല, ജപ്തി ചെയ്യത്തില്ല. ആ ഒരു ഇത് വെച്ചുകൊണ്ട് ഞങ്ങളിരിക്കുകയാണ്. പക്ഷേ ബാങ്കുകാർ അതൊന്നും കേൾവി കണ്ടിട്ടില്ല. ഈ അടുത്ത നാളിലൊക്കെ വന്ന ആൾക്കാരെ പൈസ അടയ്ക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ MLA കണ്ട് MLAക്ക് നിവേദനം കൊടുത്തു, ബാങ്ക് പ്രസിഡന്റ് നിവേദനം കൊടുത്തു. അതിനെല്ലാം വളരെ അടിയന്തരമായിട്ട് ഈ ആൾക്കാരുടെ പ്രശ്നത്തിന് അടിയന്തരമായിട്ടൊരു പരിഹാരം സർക്കാർ കാണണം. ഈ ലോണുകളെല്ലാം എഴുതി തള്ളാതെ യാതൊരു നിർവാഹവുമില്ല. ഈ പ്രളയം വന്ന് ആകെ മനുഷ്യന് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശങ്കയിലാണ് മനുഷ്യന്. അത് നിർബന്ധമായിട്ടും ഈ ലോണുകളെല്ലാം എഴുതി തള്ളി ഞങ്ങളുടെ ഈ യാത്രാക്ലേശം കൂടെ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. സൈഫുദ്ദീൻ, ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാന പ്രശ്നം പുനരധിവാസം പൂർണ്ണമാകണമെങ്കിൽ ഇത്തരത്തിൽ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട്. കൂടാതെ ലോണുകൾ എടുത്ത ആളുകൾക്ക് അത് തിരികെ അടയ്ക്കാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് ആ ലോണുകൾ തള്ളണമെന്നുള്ള ആവശ്യമുണ്ട്. കൂടാതെ ഈ റിസോർട്ട് നിർമ്മാണം അടക്കമുള്ള പ്രശ്നങ്ങളും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളാണ് പൊതുവെ ഇപ്പോൾ കൂട്ടിക്കൽ ഈ ദുരന്തത്തിന് ശേഷം അവശേഷിക്കുന്നത്. ഇത് വേഗത്തിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും. സൈഫുദ്ദീൻ.